കാസർഗോഡ് ജില്ലയിൽ കോടികൾ മുടക്കി നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റുകൾ നശിക്കുന്നു. കോവിഡ് കാലത്തെ ഓക്സിജൻ പ്രതിസന്ധി കണക്കിലെടുത്ത് ചട്ടഞ്ചാൽ വ്യവസായ പാർക്കിലും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലുമാണ് പ്ലാന്റുകൾ സ്ഥാപിച്ചത്. മഹാമാരിയുടെ കാലത്ത് പ്രാണവായുവിനായി അലഞ്ഞവരാണ് കാസർഗോട്ടുകാർ. സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിട്ടതോടെ സ്വന്തമായി പ്ലാന്റ് സ്ഥാപിച്ചു. ചട്ടഞ്ചാലിലെ വ്യവസായ പാർക്കിൽ 3.39 കോടി രൂപ ചെലവഴിച്ചാണ് പ്ലാന്റ് നിർമ്മിച്ചത്. പ്രതിദിനം 200 സിലിണ്ടർ നിറക്കാനാകുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ജില്ലയിലെ സ്വപ്ന പദ്ധതിയുടെ നിലവിലെ സ്ഥിതി കാണുക. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മുംബൈയിലെ ചിന്മയ മിഷനാണ് ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചു നൽകിയത്. 35 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. 50 രോഗികൾക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയുമെന്നായിരുന്നു പ്രഖ്യാപനം. മനോഹരമായ കെട്ടിടവും ബോർഡുമുണ്ടെങ്കിലും ഓക്സിജൻ പ്ലാന്റ് വെന്റിലേറ്ററിലാണ്. കണ്ണൂരിലെ സ്വകാര്യ ഏജൻസിയിൽ നിന്ന് മാസം ലക്ഷക്കണക്കിന് രൂപ നൽകിയാണ് ജില്ലയിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത്. അപ്പോഴെങ്കിലും സ്വന്തമായുള്ള പ്ലാന്റിനെ കുറിച്ച് ഭരണകൂടം ഓർക്കേണ്ടതാണ്. നിർമ്മാണം പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ശ്വസിച്ചു തുടങ്ങാത്ത ഓക്സിജൻ പ്ലാന്റിന്റെ മുന്നിൽ നിന്നും അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24.